അവർ ആ ക്യാരക്ടറായിട്ട് മാറിയിരിക്കുന്ന ആ പ്രസന്റേഷൻ്റെയും ആ രൂപത്തിൻ്റെയൊക്കെ ഒരു സംഭവം കണ്ടപ്പോൾ ശരിക്കും ഷിവർ ചെയ്തു പോയി. മുമ്പ് ആസിഫിന് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു, ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്ത ഫോൺ എടുക്കില്ല, നമ്മൾ വിളിച്ചാലും എടുക്കില്ല, സൈലൻ്റാക്കി ഉടനെ വിട്ടൊക്കെ. ഒരിക്കലും ഒരു രാത്രി 2 മണിയായപ്പോൾ ആസിഫ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫോൺ എടുക്കുന്ന അല്ല ഉമ്മാക്ക് നല്ല സുഖമില്ല, ഒന്ന് സൺറൈസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ഓക്കെ, അവിടെ നിന്ന് ആളെ പരിചയമുണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ കാലത്ത് വിളിച്ചു, എടാ ഇതുപോലെ എൻ്റെ അമ്മച്ചയ്ക്ക് ഒരു സുഖമില്ലാണ്ട് വന്ന് ഞാൻ നിന്നെ വിളിച്ചാൽ എനിക്ക് കിട്ടില്ല, കാരണം നീ സൈലൻ്റാക്കി വെച്ചൊക്കെ ആയിരിക്കും. അപ്പൊ നിവൃത്തിയില്ലാണ്ട് വന്നിട്ട് ഞാനത് വേസ്റ്റ് ഒന്നും വേണ്ട പേര് ഇട്ടു. ഞാൻ എടുക്കാറില്ല, പിന്നെ എടുക്കാണ്ടായി. ഇപ്പൊ ഈ എയിൽ ചെയ്ത ഒരു വിഷ്വൽസ് വരുമല്ലോ, ജയനൊക്കെ നടന്നു വരുന്നു, ഞാൻ ഇന്ദ്രൻസിന്റെ ഒരെണ്ണം കണ്ടു ഷൂട്ടിംഗ് ഇട്ട്. ഞാൻ ശരിക്കും എനിക്ക് കൊതിയായി, അയ്യോ ഇയാൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്ന് ആഗ്രഹിച്ചു. ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ നടന്നു വരുന്ന ഷൂട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ്. എന്താണെങ്കിലും ആ മാറ്റം മനുഷ്യരിലുണ്ടാവും. ആ ഉണ്ടാകുന്നത് മനസ്സിലാകാതെ നിൽക്കുന്നതുകൊണ്ടിട്ടാണ് പലരും വീണ്ടും വീണ്ടും പടം എടുത്ത് പൊട്ടിക്കുന്നത്. ഞാൻ ഡയറക്ഷൻ നിർത്തി അവിടെയാണ്. സാർ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ അത് കണക്ട് ചെയ്ത് ചോദിക്കുവാണ്. ഇപ്പൊ അമിതാഭ് ബച്ചൻ മുമ്പിൽ നിന്നാലും നമ്മളാണ് താരം എന്ന് പറഞ്ഞ് ഇപ്പം ലാലേട്ടനാണെങ്കിലും പറഞ്ഞു. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടാണ് സാറിന്റെ ഉള്ളിൽ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു നല്ല ഭയമുണ്ട് ഇതിന് 3 പേരുടെ ഉള്ളിലും, പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ചെയ്യുന്നു, ആ ഒരു ആക്ടർ ഓപ്പോസിറ്റ് നിൽക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സീക്വൻസ് ഉണ്ടായിട്ടെന്ന്? എനിക്ക് പതറിപ്പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാനത് പഠിച്ചത്. വേറെ ഒന്നുമല്ല, കന്മതം എന്ന് പറയുന്ന പടത്തിൽ ഞാനും മഞ്ജു വാര്യരുമായിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു, ആദ്യത്തെ ഒരു സീൻ. അവിടെയാണ് ഞാൻ മഞ്ജു വാര്യരുടെ പടങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പെർഫോമൻസ് നമ്മളിങ്ങനെ ഫേസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ക്യാരക്ടർ ആ ക്യാരക്ടറിനെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് അവർ ആ ക്യാരക്ടറായിട്ട് മാറിയിരിക്കുന്ന ആ പ്രസന്റേഷൻ്റെയും ആ രൂപത്തിൻ്റെയൊക്കെ ഒരു സംഭവം കണ്ടപ്പോൾ ശരിക്കും ഷിവർ ചെയ്തു പോയി. ഷിവർ ചെയ്തു, കാരണം നമുക്കങ്ങനെ എത്താൻ പറ്റില്ല. അയ്യോ ഇത് എന്തൊരു ആർട്ടിസ്റ്റാണ്. എന്നാൽ ലാലുവേട്ടിയാണ് അഭിനയിക്കുന്നുണ്ട് തലേ ദിവസങ്ങളിലൊക്കെ. അത് ചിലപ്പോൾ ആ ഒരു അടുപ്പം കൊണ്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇത് എന്നെ വല്ലാണ്ട് വിഷമിച്ചതാണ്. അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇത് നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ ആ സീനിൽ ഞാൻ പെർഫോമൻസ് വീക്കാണ്, എന്റെ മുഖത്ത് കാണാം. സീൻ പറഞ്ഞാൽ ഞാൻ ഇവള് ഒലയിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ അങ്ങോട്ട് നടന്നു കയറി വരുന്ന ഒരു സീനുണ്ട്, അതാണ് ആദ്യം എടുക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ പിടിച്ചാൽ ശരിയാവില്ല, അത് അത്ര പിടിച്ച പരിപാടിയാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ലോകത്തിലെ ഏറ്റവും നല്ല നടൻ ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരും തീരുമാനിച്ചു തന്നെ ഇറങ്ങിയേക്കാം. ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തുടക്കം പോലൊക്കെ അങ്ങനെയല്ലേ, ആദ്യം മുതലേ ഇത് വീട് 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 തന്നെ പഠിക്കുന്നത്. ഇന്ദ്രൻസിന് വീട് വീട് പഠിക്കാനായിട്ട് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത്. ഞാന് കളിയാട്ടവും കന്മതവും ഒക്കെ ഇങ്ങോട്ട് വന്ന് വീഴല്ലേ. ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേഷമാണ് ഈ തുടക്കം തന്നെ. പഞ്ചാബി ഹൗസ് 3 പടങ്ങളാണ് ആ സമയത്ത് ഉണ്ടായ 3. ഫ്രണ്ട്സിൽ ഒരു ഡാൻസ് മാത്രമേ അതൊക്കെ പോണ്ടിച്ചേരി ആയതുകൊണ്ടും കള്ളായതുകൊണ്ടും ഒക്കെ സംഭവിച്ചു. ഒന്ന് പതറുക എന്നുള്ളത് ഇല്ല. ഈ പറഞ്ഞല്ലോ നമ്മളെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് വന്ന് അങ്ങനെ. അപ്പം ആദ്യമായിട്ട് ഇപ്പം നമ്മൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, ഉള്ളിലൊരു പേടി. ഇപ്പം അമ്മക്കാട് കൂടെ ആദ്യം അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരൊക്കെ എവിടെ നിൽക്കുന്നു ആ റേഞ്ചല്ലേ എന്നുള്ള പേടി. പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ അപ്പോൾ ഓക്കെ ആവും, പിന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ജോലിയാവും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ കേരള ഫ്രണ്ട്സിലേക്ക് വരികയാണെന്നുള്ള ആദ്യത്തെ റിയൽ ഇൻസിഡന്റ് ആയിരുന്നു. അപ്പം ഇതും ഒരു ശരിക്കുള്ള ഒരു ഇപ്പം അമ്പിളി രാജുവിന്റെ മിസ്സിംഗ് കണക്ട് ചെയ്തിട്ടുള്ള ഇത് പോകണം. ഇതും റിയൽ ഇൻസിഡൻസുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി ആണോ ഇത്? അതൊക്കെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ചോദിക്കുന്നതായിരിക്കും അല്ലേ. അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഞാൻ ഇന്ദ്രൻസിനോട് ലൊക്കേഷൻ കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, ഞാൻ അശോകൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. കാരണം ഇത് ഒന്നാമത് ഇന്ദ്രൻസിനെ മിസ്സായതിനു ശേഷമാണ് ഈ കഥ തുടങ്ങുന്നത്, പോലീസിന്റെ കയ്യിലെത്തുന്നത്. അപ്പൊ പിന്നെ ഈ പോലീസിന്റെ കയ്യിലെത്തുന്ന ആള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ പടം തീർന്നല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ജോലി ചെയ്യാന്ന് പറയുന്ന അവസ്ഥ ഉണ്ട് ഇതിനകത്ത്. ഈ പടത്തിനെ സംബന്ധിച്ച് നിങ്ങളൊരു പോലീസ് ഓഫീസറാണ്, നിങ്ങൾ ഇന്ന സീനിൽ ഇങ്ങനെയാണ്. കഥ എൻ്റെ അടുത്ത് മൊത്തത്തിൽ പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ. എനിക്ക് അതൊക്കെ ഇഷ്ട അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു, അതിനെ പറ്റിയൊക്കെ ഞാൻ അഭിപ്രായമൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ശരിക്കും ഷൂട്ടിങ്ങിന് അവിടെ ചെല്ലുന്നത് ബ്ലാങ്ക് ആയിട്ടാണ്. അപ്പം ഞാൻ ഓർഡറിലുള്ള സീൻസ് എൻ്റെ പറഞ്ഞിട്ട് ഇത് ഇന്നതാണ്, നിങ്ങൾ ആദ്യം ഈ കേസ് വരുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കേസിൻ്റെ അടുത്ത ഡെവലപ്മെൻറ്റ് ഇന്ന ഡെവലപ്മെൻറ്റ് പുറത്ത് നടന്നിട്ടുണ്ട്, അതിനുശേഷം ഇത്. അപ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് നമ്മൾ ഇനി വരാൻ പോകുന്നത് ഞാൻ അവനെ പിടിക്കുന്നതാണ് എന്നറിഞ്ഞിട്ടല്ല ഈ സീൻ അഭിനയിക്കുന്നത്. അങ്ങനെ
എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് അഭിനയിച്ച പടമാണ്. ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ പൈസ മേടിക്കാണ്ടല്ല. ഒന്നും മിണ്ടാൻ പറ്റൂല. എല്ലാരും കണ്ടതിന് ശേഷം എന്താ സംഭവിച്ചത് എൻ്റെ അകത്ത് ഒരു ഇൻസിഡന്റ് പോലും അതിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓരോ ഇൻസിഡന്റ് ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴാണ് അതിന്റെ രസം പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കുഴപ്പമായി പോകുന്ന കരുതിയിട്ടല്ല അത് കേൾക്കാണ്ട് കാണുന്നതിന് ഭയങ്കരമായിട്ട് രസമുണ്ടാവും. അറ്റ്ലീസ്റ്റ് ആദ്യ ദിവസങ്ങളിൽ തന്നെ മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിന് മുമ്പ് തന്നെ കാണുന്നതിന്റെ ഒരു രസമുണ്ട്. അത് അറിഞ്ഞു എന്ന് വെച്ചിട്ട് ഇതിന്റെ ക്ലൈമാക്സ് അറിഞ്ഞു എന്ന് വെച്ചിട്ട് ഇപ്പൊ നിശ്ചയാരിത്രം സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എന്നിട്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ അതിന്റെ ക്ലൈമാക്സ് ആർക്കും അറിയാൻ പാടില്ലായിട്ടല്ലല്ലോ, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും അത് അറിയാതെ കാണുകയാണെങ്കിൽ ഒരു എഫക്റ്റ് ഉണ്ട്. അതിന്റെ ഇതെങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്ന് പറയും. അത് നഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് പറയാത്തത്. കറക്റ്റ് പോയിന്റ് ആയിരുന്നു. അറിയാവുന്നതാണെങ്കിലും അതിന്റെ ക്ലൈമാക്സ്. ഓക്കെ. ഈ നമ്മളൊരു സിനിമ ത്രില്ലർ എടുക്കുമ്പം അത് ചടുലമായ രീതിയിൽ പോകുന്നു, വളരെ ഫാസ്റ്റ് കട്ട് ഫാസ്റ്റ് രീതിയിൽ മേക്ക് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നോർമലി ഒരു ത്രില്ലറിന്റെ ഒരു സ്വഭാവം കണ്ടുവരുന്നത്. അതല്ലാതുള്ള സിനിമകളും ഒരുപാട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പൊ ഒരു മർഡർ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മളൊരു സീരീസിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരിക്കലും നമ്മളൊരു ത്രില്ലർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു വളരെ സ്ലോ പേസ്ഡ് ആയിരിക്കും. എല്ലാ സീരീസിലും ത്രില്ലറുകളും അങ്ങനെയായിരിക്കും. ഒരു എപ്പിസോഡ് 39-40 മിനിറ്റ് മിനിമം ഉണ്ടാവും. ഏറെക്കുറെ അത്ര ഉണ്ടാവും. അരമണിക്കൂർ മുകളിൽ എങ്ങനെ പോലെ ഉണ്ടാവും. വളരെ സ്ലോ ആയിട്ടായിരിക്കും കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. ഈ ഒരു മാറ്റം എന്തായിരിക്കും? സിനിമ എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ആളുകൾ ത്രില്ലർ കാണാൻ ഇഷ്ടപ്പെടുന്നു. സീരീസ് എന്നാണെന്നുണ്ടെങ്കിൽ ആളുകൾ വളരെ സ്ലോ ആയിട്ട് 6 എപ്പിസോഡ് 7 എപ്പിസോഡ് വളരെ ഒരു 40 മിനിറ്റ് വെച്ച വിധം വളരെ സ്ലോ പേസിൽ പോകുന്നതായിരിക്കും ത്രില്ലറെല്ലാം വരുന്നത്. അല്ല, അതിന്റെ എനിക്ക് തോന്നുന്നു മുഖ്യമായിട്ടുള്ള കാരണം ഇതൊന്നാമത് വീട്ടിലിരുന്ന് കാണുന്നതാണ്. അതിന് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അവിടെ ഡീറ്റെയിലിംഗ് കാണാനോ അതിന്റെ കാര്യങ്ങളുമായിട്ട് കാണാനോ ഒക്കെ ആളുകൾക്ക് സമയമുണ്ട്. ഇതിന്റെ മൊത്തത്തിൽ ഇതിന്റെ ലെങ്ത് തന്നെ പറഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ ഉണ്ടാവും. അപ്പോൾ അത് റിലാക്സ് ചെയ്ത കഥ പറഞ്ഞ ആ മൂഡിൽ തന്നെ കൊണ്ടുപോകാം. കാരണം ഇവന് അയ്യോ പടം ഇപ്പൊ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും ഇല്ലല്ലോ. അവനെ വേണമെങ്കിൽ അപ്പോൾ പോസ് ചെയ്യാം എന്നൊക്കെ പറയുന്ന സമാധാനമുള്ളതുകൊണ്ട് അങ്ങനെ സമാധാനമായിട്ടത് പറയാം. പക്ഷെ തിയേറ്ററിൽ അങ്ങനെയല്ല. നമുക്ക് ഈ പറഞ്ഞ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂർ എന്ന് പറഞ്ഞ സമയത്തിന്റെ ഒരു അതുകൊണ്ടിട്ട് ആ ഒരു പേസ് പിടിക്കേണ്ടി വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു കൊച്ചു കഥ പറയേണ്ടി വരും. ഒരുപാട് പ്രശ്നങ്ങളുള്ള കഥയാണെങ്കിൽ ആ ഫാസ്റ്റ് പേസ് പിടിച്ചേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ നോർമലി സീരീസ് ഇന്ത്യയിൽ നോക്കുവാണെങ്കിലും പുറത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 5 സീരീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 3 ത്രില്ലറുകളായിരിക്കും. എല്ലാവരും പറയപ്പെടുന്നതും നോട്ട് ചെയ്യപ്പെടുന്നതും ചർച്ചയ്ക്ക് വെക്കുന്നതിലെല്ലാം ത്രില്ലറുകൾ. ഇപ്പൊ ഒരു ഫാമിലി ആണെങ്കിലും ഒരു റൊമാൻറ്റിക് പരിപാടിയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഈ ത്രില്ലറിന് താഴെയാണ് എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ OTT പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ ഇപ്പൊ വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എല്ലാം ഒരു ത്രില്ലർ താല്പര്യം ആളുകൾക്ക് കൂടുതൽ തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷെ അല്ല, എല്ലാം ത്രില്ലറൊന്നുമില്ല, അല്ലാത്തൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ത്രില്ലർ തന്നെയാണ് എല്ലാവരും ഫസ്റ്റ് പറയുള്ളൂ. ത്രില്ലർ ആകുമ്പോൾ നമുക്ക് കണ്ടിരിക്കാനൊരു മൂഡാണ്. അതായത് ഓരോ എപ്പിസോഡിലും പുതുമയുള്ള ഓരോ ഇൻസിഡൻസുകൾ ഉണ്ടാകും. ഇപ്പം നമ്മളൊരു ഫാമിലി സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു കഥ പറയുന്ന രീതിക്കും പിന്നെ അതിൻ്റെ സ്റ്റൈലും ഒക്കെ നമ്മൾ ഒരു സ്റ്റൈലൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും വരുന്നത്. ത്രില്ലറുകൾക്ക് പുതിയ പുതിയ സ്റ്റൈലുകൾ ഉണ്ടാവും. അതെന്താണെന്ന് കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. പിന്നെ അതൊന്ന് പോസ് ചെയ്ത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. മറ്റങ്ങനെ ഒരു സ്ലോ മൂഡായിരിക്കും കൂടുതലും. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരാൻ കാരണം അത് തന്നെയാണ്. ആൾക്കാർക്ക് ഇപ്പൊ നടക്കുന്ന വെബ് സീരീസിന്റെ കാര്യത്തിലാണെന്ന് തോന്നുന്നുണ്ടോ ഈ പറഞ്ഞ? അതെ അതെ, അതെനിക്ക് വേണം. മിക്കവാറും ഈ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് കാണുക അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് മാത്രം ഇരുന്ന് കാണുക എന്നൊക്കെ പറയുന്ന ഓഡിയൻസാണ് ഈ വെബ് സീരീസ് കൂടുതൽ. അങ്ങനെ കാണാനായിട്ട് എപ്പോഴും നല്ലത് ത്രില്ലേഴ്സോ അല്ലെങ്കിൽ ഹൊററോ ആണ്. ഒരു കരയിപ്പിക്കുന്ന പടം രാത്രി ഇരുന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് കാണാൻ നമുക്ക് തോന്നില്ല. അല്ലെങ്കിൽ ഒരു കുടുംബം ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ആ ഇരുട്ടും ആ ആ സ്ഥലത്ത് ത്രില്ലറാണെങ്കിലും ഹൊററാണെങ്കിലും അതിൻ്റെ ഫീല് വ്യത്യാസമുണ്ട്. അതായിരിക്കണം എൻ്റെ. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ സിനിമകളിലൊക്കെ അഭിനയിച്ച് നമുക്ക് ഒരുപാട് ഏത് സിനിമയിൽ അഭിനയിച്ചാലും നമുക്കൊക്കെ ഒരുപാട് കോൾസ് വരും. നന്നായിട്ടോ പടം കണ്ടു, ഇതൊക്കെ മിക്കവാറും ഒരു 10 മണിക്കുള്ളിൽ തീരും. ഈ വെബ് സീരീസ് റിലീസ് കഴിഞ്ഞാൽ അതിന്റെ കോള് വരുന്നതൊക്കെ വെളുപ്പിന് 3 മണിക്കും 5 വെളുപ്പിന് 4 മണിക്കും ഒക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇത് മിക്കവാറും എല്ലാവരും കാണുന്ന ആ സമയത്താണ്. വൈകിട്ട് ഒരു 10 മണിക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ തുടങ്ങി. അത് തീരുമ്പോഴേക്കും ഒരു 3 മണി 4 മണിയായിട്ടുണ്ടാവും. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, പോകാൻ കണ്ടിട്ടോ ആരെങ്കിലും തകർത്തിട്ടുണ്ട്. ഈ ഇപ്പൊ കോളെന്നുള്ളത് നിങ്ങൾക്ക് 3 പേർക്കും ഈ സെലിബ്രിറ്റികളാകുമ്പോൾ ഒരുപാട് കോളുകൾ വരും. ഇപ്പോ ഈ പറഞ്ഞ നമുക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത സമയങ്ങളിലൊക്കെ കോളിൽ ഒന്നുണ്ടാവും, രാത്രിയിലും വെളുപ്പിനും ഒക്കെ വെച്ചിട്ട്. അപ്പം വിളിക്കുന്നവർ സന്തോഷം കൊണ്ട് 2 അടിച്ചിട്ടായിരിക്കും പുറത്തുള്ള സമയം പോലും. അങ്ങനെ വന്നിട്ടുള്ള ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു കോള് പറയാൻ പറ്റുമോ?
ഒന്നുമല്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് ഇപ്പോഴും ഇവനൊക്കെ എന്തിനാണ് വിളിച്ചതെന്ന് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും കോൾ ഉണ്ടോ? അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കോളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും രാത്രി കിടക്കുമ്പോൾ ഫോൺ സൈലന്റ് ആക്കുന്ന ആളല്ല. അതുപോലെ പരിചയമില്ലാത്ത നമ്പർ കണ്ടെങ്കിൽ എടുക്കാണ്ടിരിക്കുന്ന ആളല്ല. എല്ലാ കോളും ഞാൻ എടുക്കും. പറഞ്ഞ പോലെ മറ്റേ സ്പാം എന്നൊക്കെ പണ്ട് വരുമ്പോൾ മാത്രമേ അവോയ്ഡ് ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാ ഫോണും ഞാൻ എടുത്തിട്ട് മറുപടി പറയുന്ന ആളാണ്. എന്നുവെച്ചാൽ ആരാണ് എപ്പോഴാണ് വിളിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അത്യാവശ്യം വന്നിട്ടായിരിക്കും വിളിക്കുന്നത്. മുമ്പ് ആസിഫിന് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു, ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്ത ഫോൺ എടുക്കില്ല, നമ്മൾ വിളിച്ചാലും എടുക്കില്ല, സൈലൻ്റാക്കി ഉടനെ വിട്ടൊക്കെ. ഒരിക്കലും ഒരു രാത്രി 2 മണിയായപ്പോൾ ആസിഫ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ എടുക്കുന്ന അല്ല ഉമ്മാക്ക് നല്ല സുഖമില്ല, ഒന്ന് സൺറൈസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ ഓക്കെ, അവിടെ നിന്ന് ആളെ പരിചയമുണ്ട് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ കാലത്ത് വിളിച്ചു, എടാ ഇതുപോലെ എൻ്റെ അമ്മച്ചയ്ക്ക് ഒരു സുഖമില്ലാണ്ട് വന്ന് ഞാൻ നിന്നെ വിളിച്ചാൽ എനിക്ക് കിട്ടില്ല, കാരണം നീ സൈലൻ്റാക്കി വെച്ചൊക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനെ പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി പോട്ടെ, പരസ്പരം വേണ്ട, നമ്മുടെ തന്നെ ഏറ്റവും അടുത്ത് സ്വന്തം ആള് ഒരാവശ്യം അത്യാവശ്യമായിട്ട് വഴിയിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമല്ലേ. അതിനുശേഷം അവന് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഫോൺ സൈലന്റ് ആക്കി വെക്കാനുള്ളതല്ല, നമ്മളൊക്കെ അത്യാവശ്യം കിട്ടാനും മൊബൈലുള്ളത്. അതൊന്നും ഞാനൊന്നും ഓഫ് ചെയ്യാറില്ല രാത്രിയൊന്നും. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ചേരം ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്യും. ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യും. ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അല്ല പലരും വിളിക്കുന്നത്. ഈ പറഞ്ഞ പോലെ കള്ളക്കുറിച്ച് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ TV കണ്ടിട്ടിരുന്നോട്ട് അപ്പോഴാണ് വിളിക്കുന്നത്. അവൻ സമയത്ത് ചിലപ്പോൾ സമയത്തിനെ പറ്റി ഒന്നും ആലോചിക്കില്ല. എന്താണെങ്കിലും നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല വിളിക്കുന്നത്. മോശം പറഞ്ഞ് വിളിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ സ്ഥിരമായിട്ട് അങ്ങനെ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് വിളിച്ച് ഇന്ന ആളെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇയാളുടെ പേരറിയാം, അയാളാണ് വിളിക്കുന്നത്. ഈ വിനീത് ശ്രീനിവാസൻ അങ്ങനെ ഒരു പ്രഹ്ലാദൻ അങ്ങനെ ഒരു സുഹൃത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് വിളിച്ച് പ്രഹ്ലാദനാന്നേ എന്ന് പറഞ്ഞിട്ട് ആളെ അറിയില്ല, പക്ഷെ കാലങ്ങളായിട്ട് ഫോണിൽ ഈ മനുഷ്യൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എനിക്കൊരു സംഭവം മറ്റൊരു സ്ഥിരമായിട്ട് വിളി ഒരു കാര്യമില്ല, ഒരു പൊള്ളയായിട്ടുള്ള വിളി എപ്പോഴും വിളിക്കും. പടത്തിന്റെ അഭിപ്രായം പറയാനും അല്ല, ഒന്നുമല്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒന്ന് സംസാരിക്കൂ എന്നൊക്കെ കൊണ്ട് പറഞ്ഞ ആളുകൾക്ക് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പൊ നിവൃത്തിയില്ലാണ്ട് വന്നിട്ട് ഞാനത് വേസ്റ്റ് ഒന്നും വേണ്ട പേര് ഇട്ടു. ഞാൻ എടുക്കാറില്ല, പിന്നെ എടുക്കാണ്ടായി. ഒരു പടത്തിന്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഇയാള് എൻ്റെ അടുത്ത് വന്നു, ഞാൻ വിളിക്കുന്നുണ്ട്, സാറിൻ്റെ എടുക്കാത്തത്. ഞാൻ ശ്രീരാമനൊക്കെ ഇരിപ്പുണ്ട്, എന്താ എടുക്കുക? ഞാൻ പറഞ്ഞു, അയ്യോ ആണോ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി പെട്ടെന്ന് എൻ്റെ ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ വേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇവിടെ ദേ സാറിൻ്റെ പേരുണ്ട്. അല്ല വേസ്റ്റാ, ഇയാള് പുറകിൽ നിന്നിട്ട് വിളിച്ചാ അത് കാണുകയും ചെയ്തു. അതൊക്കെ നാട്ടൊക്കെ അതാണ്, വേറെ എന്തോ ഫീഡ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. ഇന്ന നമ്പർ ഒഴിവാക്കുക, അത് വിളി എപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? കുറേ പേര് വിളിക്കും, ചിലത് നമ്മൾ എടുക്കും, ചിലത് നമുക്ക് ശല്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലൊരു കോഡയിൽ എഴുതിയിടും. അപ്പോൾ പിന്നെ അത് എടുക്കാതിരുന്നാൽ മതിയില്ല, കാരണം ആവശ്യമില്ലാത്ത കോളുകളാണ്. നമുക്കറിയാം, സ്ഥിരം വിളിച്ചിട്ട് ഇങ്ങനെ വെറുതെ ആ പടം കണ്ടിട്ടോ, പഴയ പടങ്ങളാണ് അത്, ഒരു പ്രാവശ്യമല്ല പല പടങ്ങളും പിന്നെയും കണ്ടിട്ട് പിന്നെയും വിളിച്ചിട്ട് പറയും. അതൊന്നും ഇത് ഇയാൾ സംസാരിക്കണേലല്ല, എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൊടുക്കാട്ടോ ഒന്നും പറഞ്ഞ് കൊടുക്കും അടുത്ത ആൾക്ക്. അങ്ങനെ ഇങ്ങനെ കൊടുത്ത് ഒരാൾ ചങ്ങനാശ്ശേരിയിലുള്ള ഒരാൾ എന്നെ എപ്പോഴും വിളിക്കും. അതെൻ്റെ സുഹൃത്തും കൂടിയായിരുന്നു. പിന്നെ അയാൾ ഇടയ്ക്ക് വിളിച്ചിട്ട് അസമയത്തൊക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഇയാൾ ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ പറയും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടെന്ന് കൊടുക്കാം, അടുത്ത ആൾ കൊടുക്കും. പിന്നെ അയാൾ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ട്, 3-4 പേര് സംസാരിക്കാൻ നമുക്ക് കേൾക്കേണ്ടി വരും. ഒരു ദിവസം അപ്പോൾ ഇയാൾക്ക് ചെറിയ വിക്കുണ്ട് ഇയാൾക്ക് സംസാരത്തിൽ. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സംസാരിച്ചിട്ട് ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നാണ്, ഇവിടെ ഈ വെണ്ണല ഹബിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നാണ്, വിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നാണ് എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, ഞങ്ങൾ 3-4 പേരുണ്ട്, ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കാം. അപ്പം അടുത്ത ആളും ഇതന്നെ വിക്കാണ്. അയാളിങ്ങനെ ഈ വിക്കി ഞങ്ങൾ വേറൊരാളുടെ അടുത്ത ആൾക്ക് കൊടുക്കും. ഇവർ 3-4 പേര് അവർക്ക് വിഷമം തോന്നി, കാരണം വെച്ചാൽ എല്ലാവർക്കും ഈ വിക്കിൻ്റെ അസുഖമുള്ളവരാണ്. അപ്പം നമുക്കത് കേൾക്കണമെങ്കിൽ നമുക്ക് അപ്പം ആ സമയത്ത് നമുക്ക് വിഷമമാണ്, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമൊന്നുമില്ല. അല്ലാതെ സ്ഥിരമായിട്ട് വിളിക്കുന്ന കുറേ പേരുണ്ട്, ഇങ്ങനെ വെറുതെ വിളിച്ചിട്ട് മറ്റേ പടം ഒന്നുകൂടി കണ്ടു അത് പറഞ്ഞ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അവരോട് മാത്രമേ നമുക്ക് വിഷമമുള്ളൂ. ഈ ഇന്ദ്രൻസ് ചേട്ടൻ ഇന്റർവ്യൂവിന് വന്നപ്പം ലാൽ സാർ പറഞ്ഞു, ഇന്ദ്രൻസിനെ സൈഡിൽ ഇരുത്തിയാൽ ഇന്ദ്രൻസ് ഇങ്ങനെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. വന്നിട്ട് സാറിന് എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറെ വരെ സാർ സീൻ എന്താന്ന് പറഞ്ഞത്, എല്ലാവരെയും സാറെന്ന് വിളിച്ച് ഈ ഒരു വിനയം എപ്പോഴെങ്കിലും വിനയായിട്ടുണ്ടോ?
കാരണം ഇന്ദ്രൻ ചേട്ടനെ ഞാൻ ഇങ്ങനെ അല്ലാതെ ഒരിക്കലും കണ്ടിട്ടില്ല എല്ലാവരുടെ അടുത്തും. എന്നറിയാൻ വയ്യ. പിന്നെ ഇങ്ങനെ വന്ന് ഭവിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഒരു ഉപദ്രവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വിനയ അഭിനയിക്കല്ലോ, അല്ല അതാ അത് ജന്മന ഉള്ളാണ്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആയി ശീലിച്ചു പോയി. ഞാൻ എന്റെ വരവും അങ്ങനെയല്ലേ ആയിരുന്നല്ലോ. അപ്പൊ ഒരു പക്ഷെ അങ്ങനെയൊക്കെ വന്ന് ഒതുങ്ങിപ്പോയത്. ഇപ്പൊ ഈ എഐയിൽ ചെയ്ത ഒരു വിഷ്വൽസ് വരുമല്ലോ, ജയനൊക്കെ നടന്നു വരുന്നു എന്നൊക്കെ മനസ്സിലായി. ഞാൻ ഇന്ദ്രൻസിന്റെ ഒരെണ്ണം കണ്ടു ഷൂട്ടിംഗ് ഇട്ട്. ഞാൻ ശരിക്കും എനിക്ക് കൊതിയായി, അയ്യോ ഇയാൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്ന് ആഗ്രഹിച്ചു. ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ നടന്നു വരുന്നു ഷൂട്ടൊക്കെ ഇട്ട്. നല്ല ഭംഗിയാണ്. ഓക്കെ സാർ, ഇപ്പൊ ഈ കേരള ക്രൈം ഫയൽസ് സാർ നേരത്തെ പറഞ്ഞു അഭിനയിക്കുന്നതിലേക്ക് വലിയ കാര്യമായിട്ട് ശേഷം ബോധേഡാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ 3 പേര് കേരള ക്രൈം ഫയൽസ് കമ്മിറ്റ് ചെയ്യാനുണ്ടായ റീസൺ എന്താണ്? എൻ്റെ ക്യാരക്ടറാണ് എനിക്കിഷ്ടമായത്. ഇങ്ങനൊരു ക്യാരക്ടറാണ് അതപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ വേണം, ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേറെ പടമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പടം ഇത് കഴിഞ്ഞിട്ട് ഞാൻ താടി പഠിക്കാം എന്ന് പറഞ്ഞ അവർ ആ പടത്തിൻ്റെ ആൾക്കാർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് ചെയ്യാം. സെയിം ഡേറ്റ് ആയിരുന്നു അവരൊന്ന് മാറ്റി തന്നപ്പോൾ അന്ന് കുറ്റി താടി വെച്ചിട്ട് ഇത്രയും മീശയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാമെന്ന്. ആ അപ്പിയറൻസ് ഡയറക്റ്റ് സെലക്ട് ചെയ്താണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പലരും അതിൻ്റെ സ്റ്റില്ലൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് വിളി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. പിന്നെ അതിൻ്റെ ക്യാരക്ടർ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അയ്യപ്പൻ പേര് അയ്യപ്പൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇയാൾ ഒരു ക്രിമിനലാണ്. പക്ഷെ അയാളിലൂടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ പോകുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. എന്താ ചേട്ടാ അമ്പിളി രാജു ആരാണ്? അമ്പിളി രാജു എന്തുകൊണ്ടാണ് ഇത് കമ്മിറ്റ് ചെയ്തത്? കമ്മിറ്റ് ചെയ്ത് എനിക്ക് ആ ഡയറക്ടർ അയാളുടെ മധുരം എന്ന് പറഞ്ഞ പടം ചെയ്യുന്നു അഹമ്മദിന്റെ. അപ്പൊ അത് പയ്യനാ, എങ്കിലും നമ്മളെയൊക്കെ ഒന്ന് മാറ്റി നന്നാക്കി എടുക്കാന്ന് പറയില്ലേ, നമ്മൾ ഇഷ്ടത്തിന് പ്രായമൊന്നും നോക്കി വിട്ടു തരാണ്ട് അങ്ങനെ ഒരു ഡയലോഗുകൾക്ക് തൃപ്തിയായില്ലെങ്കിൽ എത്ര പ്രാവശ്യം വിളിച്ച് അത് മാറ്റി ഡബ് ചെയ്യിക്കാനും വീണ്ടും വീണ്ടും ചെയ്യിക്കാനും ഒക്കെ ഭയങ്കര ഇതായിരുന്നു. അത് ഭയങ്കര ഉത്സാഹം തോന്നിയായിരുന്നു. ആ കഥയും കഥാപാത്രമൊക്കെ നല്ല മുട്ടായി പോലെ ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ്. പിന്നെ ഞാൻ ഈ വെബ് സീരീസ് ഒന്നും ചെയ്യില്ലായിരുന്നു. ആദ്യമൊക്കെ എൻ്റെ മനസ്സിൽ സീരിയൽ പോലെ സാധാരണ TV സീരിയലുണ്ടല്ലോ അതുപോലെ തന്നെ ഒരു മതിപ്പ് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഇത് സിനിമയെക്കാളും ഭയങ്കര ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കുമ്പോഴാണ് അഹമ്മദ് അത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷമായിട്ട് പോയി. അപ്പോൾ എന്തായാലും എത്ര ചെറുതായാലും ക്യാരക്ടർ നന്നായിരിക്കും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അമ്പിളി രാജു. അമ്പിളി രാജു ആരാണ്? പറയാവുന്നത് എന്താണ്? അമ്പിളി രാജു പറയാൻ ഒരു പോലീസുകാരനാ. കുറെ കാലമായിട്ട് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. പല സ്റ്റേഷനും മാറി മാറി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ തന്നെ ഓഫീസേഴ്സിനും ഒക്കെ അയാളുടെ അടുത്തൊരു സ്നേഹമോ എന്തോ വിശ്വാസമോ ബഹുമാനമൊക്കെ ഉണ്ട്. അത് ഈ വരുന്ന ഈ പുള്ളികൾക്കും അതായത് പ്രതികൾക്കും ഒക്കെ അയാളോടുള്ളൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അമ്പിളി രാജുവാണ്. പിന്നെ ഡയറക്ടർ അഹമ്മദിൻ്റെ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനു മുമ്പ് എൻ്റെ മോൻ അഭിനയിച്ചു, മധുരത്തിലൊക്കെ അഭിനയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഗംഭീര പടമാണ്. അപ്പോൾ ഞാൻ വിളിച്ചിരുന്നു അഹമ്മദിനെ, വിളിച്ചു നന്നായിട്ടുണ്ട്, എപ്പോഴും പടം ചെയ്യുമ്പോൾ എന്നെ വിളിക്കണോട്ടെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് തുടങ്ങി ഞാൻ ശരിക്കും അഹമ്മദിൻ്റെ ഫാനാണ്. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്നെ വിളിച്ചത്. സാറോ? ഞാൻ ഒന്നാമതൊരു സിനിമയിൽ അഭിനയിക്കുമ്പോഴേക്കും ഞാൻ ആകെ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ. കഥ എന്ന് പറയുമ്പോൾ ആ കഥയിൽ ഈ ക്യാരക്ടറിന് ആ കഥ ഒരാളടുത്ത് ഒരു മിനിറ്റ് കൊണ്ട് പറയുകയാണെങ്കിൽ ആ 1 മിനിറ്റ് കൊണ്ട് പറയുമ്പോഴും ഈ ക്യാരക്ടറിനെ ടച്ച് ചെയ്യാണ്ട് പറയാൻ പറ്റണം. 1 മിനിറ്റ് കൊണ്ട് ആ ഒരു സിനിമയുടെ കഥ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനകത്ത് വരുന്നില്ലെങ്കിൽ അത് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്യാരക്ടറാണെന്നുള്ളത് കുറേ ബാക്ക്ഗ്രൗണ്ട്. അപ്പം അത് ആയിരിക്കണം ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കാറ്. അതല്ലാതെ ഇപ്പോൾ വില്ലനാണോ മോശമാണോ അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഞാൻ എന്നും അതിനൊന്നും ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. പിന്നെ ഈ ഡയറക്ടറും കഥ പറയാൻ വരുന്നവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം കൊള്ളാമോ കുഴപ്പമാണോ എന്നൊക്കെ അതിൽ നിന്നൊക്കെ മനസ്സിലാവും. ഞാൻ പുള്ളിയുടെ ഒരു പടത്തിൽ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അതാണ് മധുരം അല്ലേ? മധുരത്തിൽ ഞാൻ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാനുണ്ട്. ഫസ്റ്റ് സീസണിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു വെബ് സീരീസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അതേ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം നഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് മേടിക്കുന്ന റെമ്യൂണറേഷൻ ഇന്ന് മേടിക്കുന്ന റെമ്യൂണറേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്, കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ എന്നെ ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത വേഷമാണ്. ഒഴിവാക്കാൻ പറ്റാത്ത വേഷത്തിന് നമ്മൾ കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറയും
അത് മുതലെടുക്കണം തോന്നരുതല്ലോ. അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കാം, എന്താ വെച്ചാൽ തീരുമാനിക്കേണ്ട. അവരായിട്ട് തീരുമാനിച്ച റെമ്യൂണറേഷനിലാണ് ഞാൻ ഇതിനകത്ത് അഭിനയിച്ചത്. എനിക്ക് സന്തോഷത്തോടെ തന്നെ അഭിനയിച്ചു കൂടാ. ഇതിന്റെ ട്രെയിലറിന്റെ താഴെ സാർ ആദ്യം പറഞ്ഞ ഫസ്റ്റ് സീസൺ ഡയലോഗ് ഉണ്ട്. സാറ് തുടങ്ങിയപ്പോ സാറിന്റെ ഡയലോഗ് പറയുന്നുണ്ട്. ആ ഡയലോഗ് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അത് ആ സമയത്ത് അത്യാവശ്യം വൈറലായ സാധനമാണ്. അത് കമന്റ് ചെയ്തിട്ടുണ്ട്. സാർ നമുക്ക് ഈ ത്രില്ലർ പോലെ തന്നെ ഈ ഓരോ കാലഘട്ടത്തിലും ത്രില്ലറിന് എല്ലാ കഥയുടെ ജോണറിനും മാറ്റം വരുന്നുണ്ട്. അപ്പം ഇപ്പൊ കോമഡി നോക്കുവാണെന്നുണ്ടെങ്കിൽ പഴയ കോമഡി ഇപ്പൊ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി ദിലീപേട്ടനാണ്. ഇപ്പൊ ദിലീപേട്ടന്റെ പല സിനിമകളും വരുമ്പോൾ ദിലീപ് കോമഡികൾക്ക് ഇപ്പൊ സ്ഥാനമല്ല. നമ്മൾ ഒരുപാട് അറ്റാക്ക് അദ്ദേഹത്തിന് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളും കോമഡികൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ സീരിയസ് ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അശോകേട്ടനും ഇന്ദ്രസേട്ടനും ഒരു കാലത്ത് ഒരുപാട് കോമഡികൾ കയറിയിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ സീരിയസ് ഇതിലേക്ക് വന്നത്. അപ്പം ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയിൽ ഉണ്ടായ മാറ്റം കൊണ്ട് വന്ന ഒരു ഗ്യാപ്പാണ്. എന്താണ് ഈ കഥകൾക്കും അല്ലെങ്കിൽ കോമഡികൾക്കും വരുന്ന മാറ്റത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? പഴയ ഒരു നമ്മളൊരു ഉച്ചപ്പടം എന്നൊക്കെ പറയുന്ന സിനിമകളുണ്ട്, ചോറ് നമ്പർ വയ്ക്കുന്ന സിനിമകൾ. അതിൽ 90കളിലെ എല്ലാ സിനിമകളും ഈ ദിലീപേട്ടന്റെ സിനിമകൾ ഉൾപ്പെടെ എല്ലാ സിനിമകളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതേ ആൾക്കാർ തന്നെ ഇപ്പൊ ഒരു പഴയ ആ തരത്തിലുള്ള ഒരു കോമഡി വന്നു കഴിഞ്ഞാൽ അവരതിനെ റിജക്ട് ചെയ്ത് കളയും. പക്ഷെ ഇത് നമ്മൾ മൊബൈലിൽ കാണുകയും ചെയ്യും. ഈ ഒരു മാറ്റം എങ്ങനെ നോക്കി കാണും? ഇപ്പോൾ കോമഡി ഞാൻ കോമഡി ചെയ്ത് വന്നപ്പോൾ തന്നെ ആ സമയത്തും കോമഡി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു വേറെ. അപ്പം നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെ കൂടുതൽ സിനിമകളിലേക്ക് നമ്മളെ കാസ്റ്റ് ചെയ്ത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇനി മറ്റൊരു മാറ്റം വരാൻ നേരത്ത് അത് ചെയ്ത് വരാൻ നേരത്ത് നമ്മൾ അതിലേക്ക് കാസ്റ്റ് ചെയ്യും. അപ്പം മാത്രമല്ല കോമഡി സിനിമകൾക്ക് വളരെ കുറവാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഇറങ്ങുന്നതെല്ലാം സീരിയസ് സംഭവങ്ങളും ക്രൈമും അങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ കൂടുതൽ ഇറങ്ങുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾക്കൊരു വേഷം കിട്ടുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ അത് നന്നായി ചെയ്താൽ നമുക്ക് വീണ്ടും നമ്മൾ അതിൽ വിളിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ കോമഡിയുടെ ഒക്കെ എപ്പോഴും ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇപ്പോൾ എൻ്റെ മോനും അവൻ്റെ ഫ്രണ്ട്സും കൂടി ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനൊക്കെ ഇരിക്കും. പക്ഷെ ഇവർ പറയുന്ന പല തമാശകളും പൊട്ടിച്ചിരിക്കുന്ന തമാശകളും നമുക്ക് മനസ്സിലാകുന്നില്ല. അതെ, മനസ്സിലായില്ലേ? അപ്പൊ അന്നത്തെ തമാശയുടെ രീതി മാറിയിട്ട് വേറൊരു തമാശയിലേക്ക് ഹ്യൂമർ വരുന്ന വഴികളും കാര്യങ്ങളും. ഇപ്പൊ റാംജിറാവ് വന്നൊരു പുതിയ മാറ്റമായിരുന്നു. റാംജിറാവ് വന്ന സമയത്ത് അതൊരു പുതിയ തമാശകളായിരുന്നു. അയ്യോ, ഇങ്ങനെ സിനിമകളോ എന്ന് പറയുന്നൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേപോലെ വേറൊരു മാറ്റം വന്നിരിക്കുന്നു. ഈ മാറ്റത്തിലേക്ക് അത് നമ്മൾ അതിനകത്തേക്ക് പഠിച്ചതിനകത്തേക്ക് നമ്മൾ അതൊക്കെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എപ്പോഴും ഏജ് കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാഹിത്യകാരന്മാരൊക്കെ പ്രായമായിട്ടൊക്കെ എഴുതുന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇംഗ്ലീഷ് സിനിമകൾ എടുക്കുന്ന ഡയറക്ടേഴ്സ് പ്രായമായിട്ടുള്ളവർ നല്ല സിനിമകളൊക്കെ എടുക്കുന്നത് എന്തോ ആയിക്കോട്ടെ, അതവരെന്താണ് അവർ ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. എന്താണെങ്കിലും ആ മാറ്റം മനുഷ്യനിലും ഉണ്ടാവും. ആ ഉണ്ടാകുന്നത് മനസ്സിലാകാതെ നിൽക്കുന്നതുകൊണ്ടിട്ടാണ് പലരും വീണ്ടും വീണ്ടും പടം എടുത്ത് പൊട്ടിക്കുന്നത്. ഞാൻ ഡയറക്ഷൻ നിർത്തി അവിടെയാണ്. കാരണം നമ്മൾ ശരിയല്ല, ഇവിടെ ഫിറ്റ് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ കാര്യം അവിടെ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. അതൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങുന്ന കാര്യത്തിനാണെങ്കിലും സിനിമ പിടിക്കുന്ന കാര്യത്തിനാണെങ്കിലും ഞാനിവിടെ ആവശ്യമുണ്ടോ, എന്നെ ഇവിടെ ആവശ്യമുണ്ടോ എന്നുള്ള ചിന്തിക്കാനായിട്ട് എനിക്ക് പറ്റണം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സക്സസ്. നമ്മൾ ഇവിടെ ഫിറ്റല്ല എന്ന് തോന്നുമ്പോൾ ബാക്ക് അടിച്ചിട്ട് മറ്റത് കണ്ട് രസിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇപ്പോഴും എന്താണ് അന്നത്തെ കാലത്തെ പാട്ട് എന്നെല്ലാവരും പറയുന്നില്ലേ. സംഭവിച്ചത് അന്നത്തെ കാലത്തെ പാട്ട് നല്ല തന്നെയായിരുന്നു, ഗംഭീരമായിരുന്നു. ഈ പാട്ടിന് ഇവർക്കും മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര കുഴപ്പമാണ്. അത് വേറെ തലമുറയുടെ പാട്ടും കാര്യങ്ങളുമാണ്, മ്യൂസിക്കുമാണ്. അതിനെപ്പറ്റി കുറ്റമൊന്നും പറയാതിരിക്കുക. നമ്മുടെ പാട്ടിനെ പറ്റി നല്ല പറഞ്ഞുകൊണ്ടിരുന്നോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇതിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് വേറൊരു രീതിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തമാശകള് കാര്യങ്ങളൊക്കെ വേറൊരു രീതിയാണ്. ഭാഷ തന്നെ മാറിപ്പോയി. പൊളിപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം പടം എന്നായിരുന്നു അർത്ഥം. ഇപ്പൊ പൊളിപ്പടം എന്ന് പറഞ്ഞാൽ ഉഗ്രം പടം എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വാക്കുകൾക്ക് തന്നെ നേരെ ഓപ്പോസിറ്റ് അർത്ഥങ്ങളൊക്കെ വന്നു. അപ്പൊ ആ മാറ്റങ്ങൾ എല്ലാത്തിനകത്തും വന്നിട്ടുണ്ട്. അത് ഇന്ന് സന്തോഷം തിയേറ്ററിൽ ഭയങ്കര കൂക്ക് വിളി. അതെ അതെ, പണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നു. അമേരിക്കയിലൊക്കെ നമ്മള് കോമഡി പറയുമ്പോ ഞങ്ങളൊക്കെ തകർന്നുകൊണ്ട് ആദ്യ പ്രോഗ്രാമിന് പോയപ്പോ പിന്നെ നമ്മൾ തകർന്നിരിക്കുമ്പോ അവിടെ ശബ്ദം ഉണ്ടാക്കുക, കൂക എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നതിന്റെ എക്സ്ട്രീമാണ്. വിഷമിച്ചു പോയി. ഷിക്കാഗോയിൽ എന്തായിരുന്നു ഭയങ്കര കൂക്ക്. ഇവരത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. അത് മനസ്സിലായിട്ട് അതിപ്പോ നമ്മളിവിടെ വന്നു കഴിഞ്ഞു. സിനിമയൊക്കെ നല്ല വളിപ്പാണ്.
ഓക്കെ അത് കാലങ്ങളുടെ മാറ്റമാണ്. സാർ ഇപ്പൊ ഈ ഡയറക്ഷൻ നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യൂരിയോസിറ്റിയോട് ചോദിക്കുകയാണ്. അപ്പൊ ഇനിയൊരു ഡയറക്ഷനെ പറ്റിയുള്ള ആലോചനകൾ അത്രയും പക്കായിട്ട് സാധനം വന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതേ ഡയറക്ഷനെ നന്നാകാൻ ബുദ്ധിമുട്ടാണ്. ഡയറക്റ്റ് ഒക്കെ ചെയ്യുന്ന വരും ചിലപ്പോ, മനുഷ്യന്റെ കാര്യമില്ലേ, പക്ഷെ നന്നാകാൻ ചാൻസ് കുറവ്. അത് 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 സാറിന്റെ സിനിമയെ പറ്റി തന്നെയാണ് ഇത്രയും എങ്ങനെ പറയുന്നത്, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളെയാണ് ആദ്യം നമുക്ക് പഠിക്കേണ്ടത്. മറ്റുള്ളവരെ പറ്റി നമ്മളെ അഭിപ്രായം പറയാൻ നമ്മളാരാണെന്ന്, നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരുത്തന്റെ സക്സസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ ഇവിടെ കച്ചവടത്തിന് പറ്റിയ പീസല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ അവിടെ നിന്ന് മാറുകയല്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് വീണ്ടും അവിടെ കിടന്നിട്ട് മാന്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നാണം കിടയുള്ളൂ. എൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, പക്ഷെ സമയക്കുറവ് എനിക്ക് അവിടെ നിന്ന് കൈ കാണിക്കുന്നതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് നിർത്തുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സന്തോഷം.